ഓൾ വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് LSCDയിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് നടന്ന LSCDയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾക്ക് വേണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്പർ നോക്കണ്ട, ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ് ഓഫ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ് ആണ് അല്ലെ. ഇതിൽ ഒരുപാട് പോയിന്റുകൾ നമുക്ക് പറയാനുണ്ട്. ഇത് പ്രീവിയസ്ലി എയിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറിയേണ്ടത് മൊത്തം പോപ്പുലേഷന്റെ ഒരു പരിപാടി എന്താണെന്നുള്ളതാണ്. പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് അല്ലെ, എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. നോക്കിയേ, പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രീവിയസ് ട്രെൻഡ് ആണ് അല്ലെ. ഒരു 10 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെ എങ്ങനെയായിരുന്നു എന്ന ട്രെൻഡിനനുസരിച്ചാണ് പിന്നീട് അങ്ങോട്ട് എങ്ങനെയായിരിക്കും ട്രെൻഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് ബേസ്ഡ് ഓൺ എ ഗ്രാഫ് ആണ് നമ്മൾ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. ഒന്നാമത്തെ ചോദ്യം ഈ പോർഷന്റെ ചുറ്റിപ്പറ്റിയുള്ള മറ്റു പോർഷൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പല്ലേ കാര്യമുള്ളൂ. ഈ പോർഷന്റെ ചുറ്റിപ്പറ്റിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അല്ലേ അതിൽ പഞ്ചുള്ളൂ. നോക്കിയേ, ഒന്നാമത്തെ മറ്റൊരു ചോദ്യമാണ്. ഇതിനെ ലോജിസ്റ്റിക് കർവ് എന്നാണ് പറയാ, ഓർ ഇതിനെ എസ് കർവ് എന്നും പറയും. ഓക്കെ അല്ലെ. ഈ കർവിനെ ബേസ് ചെയ്തിട്ടാണ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് നടക്കാറുള്ളത്. നിങ്ങൾക്ക് വേണ്ടി ഈ കർവ് ഇതാ നോക്കിയേ, ഇതാണ് കർവ് നമ്മൾ വരയ്ക്കാറുള്ളത്. വി ആർ ഹാവിംഗ് പോപ്പുലേഷൻ ഓൺ ദ വൈ ആക്സിസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ടൈം ഓൺ ദ എക്സ് ആക്സിസ് ആണ്. ഈ ഷേപ്പ് നിങ്ങൾക്ക് കണ്ടറിയാം അല്ലെ, എന്ത് ഷേപ്പാണിത്? ഏകദേശം ഒരു എസ് ഷേപ്പല്ലേ കാണുന്നത്. ഈ പറയുന്ന ഗ്രാഫിന് പല പോർഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് പോർഷൻസ് നോക്കാം. നോക്കിയേ, ഇതാ ഈ പറയുന്ന ഇനീഷ്യൽ പോർഷനെ ഏകദേശം ഈ ഒരു ഭാഗം നമുക്ക് എന്താണ് ഒരു ലാഗ് ഫേസ് എന്നാണ് പറയാ. ഏകദേശം ഇത്രയും ഭാഗത്തിനെ നമ്മള് എന്താണ് പറയാ, ലോഗ് ഫേസ് എന്ന് പറയും. എല്ലാം ഞാൻ എഴുതും, ആരും പേടിക്കരുത്. എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതിയിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഓക്കെ, സോ ഈ മൊത്തം ഗ്രാഫിനെ 4 പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ് പോർഷൻസ്? വി ആർ ഹാവിംഗ് എ ലാഗ് ഫേസ്. ഫസ്റ്റ് ഫേസിനെ വേണമെങ്കിൽ നമ്പർ 1 ആണിത്. ദിസ് ഫേസ് നമ്പർ 1, ഫേസ് 2 ആണ്, ഫേസ് 3 ആണ്, ഫേസ് 4 ആണ്. ഈ മൊത്തം ഗ്രാഫ് എസ് ഗ്രാഫ് ആണ്. ഓക്കെ, ഇതിന്റെ ആദ്യത്തെ പോർഷനെ നിങ്ങൾ എന്താ പറയാ, ലാഗ് ഫേസ് എന്നാണ് പറയാ. എന്താണ് ലാഗ് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്? നോക്കിയേ, ഇന്നത്തെ ബാംഗ്ലൂർ സിറ്റി ഇന്നത്തെ ബാംഗ്ലൂരായി മാറിയത് ഒരു ദിവസം കൊണ്ടല്ല അല്ലെ. അതിന് ബാംഗ്ലൂർ ആകുന്നതിന് മുമ്പ് അതിനൊരു ചരിത്രമുണ്ട്. മറ്റേ KGF ഡയലോഗ് പറയുമ്പോൾ ബാംഗ്ലൂർ ആകുന്നതിന് മുമ്പും അതിനൊരു ചരിത്രമുണ്ട്. അതായത് പണ്ട് ബാംഗ്ലൂരിനെ കുറിച്ച് ആരും ശ്രദ്ധിക്കാറില്ലായിരുന്നു. അവിടെ എത്രയായിരുന്നു ഡെത്ത് റേറ്റ്, എത്രയായിരുന്നു അവിടുത്തെ എന്താണ് മൈഗ്രേഷൻ റേറ്റ് അല്ലെ, ബർത്ത് റേറ്റ് എത്രയാണ്, ആർക്കും അറിയണ്ട, ഒന്നും അറിയണ്ട. കാരണം ബാംഗ്ലൂർ അല്ലായിരുന്നു. അതായത് അവിടെയുള്ള പോപ്പുലേഷനെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. ദ ഡാറ്റ ഈസ് ലാഗിങ് ആണ് അല്ലെ. നമുക്ക് എന്താണ് അവിടെ ഡാറ്റയെ കുറിച്ച് ഒന്നും അറിയില്ല. സംതിങ് ഈസ് ലാഗിങ്. അതുകൊണ്ട് അതിനെ ലാഗ് ഫേസ് എന്ന് പറഞ്ഞു. പിന്നീട് സംഭവിച്ചത് ചരിത്രമായി മാറി. അതായത് IT ഇൻഫ്രാസ്ട്രക്ചറുകൾ വരാൻ തുടങ്ങി. ഇൻഫോസിസ്, IBM പോലുള്ള വലിയ വലിയ ആളുകൾ വന്നു തുടങ്ങിയപ്പോൾ അവിടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു. ഇൻഫ്രാസ്ട്രക്ചർ വലുതായി, ആളുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി, അവിടെ താമസിക്കാൻ തുടങ്ങി. മൈഗ്രേഷൻ റേറ്റ് കൂടി, ബർത്ത് റേറ്റ് കൂടി, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ അപാരമായ പോപ്പുലേഷൻ, അപാരമായ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, അതായത് എക്സ്പോണൻഷ്യലി റേറ്റ് കൂടി. ഇറ്റ് ഈസ് ടേംഡ് ആസ് ലോഗ് ഫേസ്. ലോഗ് എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം എന്താണ് നോക്കിയേ. ലോഗ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ എന്താണ്? എക്സ്പോണൻഷ്യലി, അപാരമായ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാണാൻ സാധിച്ചു. അതുകൊണ്ടാണ് ലോഗ് ഫേസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ഫേസില് ഇപ്പോഴത്തെ അവസ്ഥ അതിന് തൊട്ട് മുമ്പ് എന്തായി? പിന്നെ അവിടുത്തെ ട്രെൻഡ് കുറയാൻ തുടങ്ങി. ഇപ്പം ആളുകൾ ഹൈദരാബാദിലേക്ക് മാറാൻ തുടങ്ങി അല്ലെ. ബാംഗ്ലൂരിലെ ആ പരിപാടി നിർത്തി മറ്റു സ്ഥലങ്ങളിലേക്ക് പോവാണ്. പൂനെയിലേക്കൊക്കെ ആൾക്കാർ പോകാൻ തുടങ്ങി. അതായത് ഇനി ഈ പറയുന്ന ഫേസ് 3-ല് അപാരമായ ഗ്രോത്ത് അല്ല, ഒരു കോൺസ്റ്റന്റ് ഗ്രോത്ത് ഉണ്ടാകാൻ തുടങ്ങി. സോ തേർഡ് ഫേസ് എന്താണ്? കോൺസ്റ്റന്റ് ഗ്രോത്ത് ഫേസ് ആണ്. തേർഡ് ഫേസ് ഈസ് കോൺസ്റ്റന്റ് ഗ്രോത്ത് ഫേസ് ആണ്. നാലാമത്തെ ഫേസിനെ നിങ്ങൾ ഡിക്ലൈൻ ഗ്രോത്ത് ഫേസ് എന്നാണ് പറയാം. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ അനലൈസ് ചെയ്യുന്ന കർവ്, അതായത് ലോജിസ്റ്റിക് കർവ് അല്ലെങ്കിൽ എസ് കർവ് എന്ന് പറയും. അതിന് 4 ഫേസസ് ഉണ്ട്. ലാഗ് ഫേസ് നമ്മൾ താല്പര്യമില്ല, അതായത് ഡാറ്റ ഈസ് ലാഗിങ്.
ഒരു തവണ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തപ്പോൾ ആളുകൾ വല്ലാതെ കൂടി, അതാണ് ലോഗ് ഫേസ്, അതായത് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കണ്ടു തുടങ്ങി. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ 10 ലക്ഷം ആളുകൾ വരാൻ തുടങ്ങി. ഓക്കെ, 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം ആളുകളൊക്കെ ഒരു ദിവസം വരാൻ തുടങ്ങി. മൂന്നാമത്തെ ഫേസിൽ എന്താ പരിപാടി? നോക്കിയേ, അവിടെ ഉണ്ടാകുന്ന പോപ്പുലേഷൻ റേറ്റ് കോൺസ്റ്റന്റ് ആയി. കോൺസ്റ്റന്റ് മീൻസ് എല്ലാ ദിവസവും 10,000 ആളുകൾ ഓക്കെ, കോൺസ്റ്റന്റ് ആയ ഗ്രോത്ത് ഉണ്ടാകാൻ തുടങ്ങി. നാലാമത്തെ ഫേസിൽ എന്താ സംഭവിച്ചത്? നാലാമത്തെ ഫേസിൽ ഗ്രോത്ത് ഉണ്ടോ എന്ന് വെച്ചാൽ ഗ്രോത്ത് ഉണ്ട്, ബട്ട് ഡിക്ലൈൻഡ് ആണ് ഗ്രോത്ത്. എന്ന് വെച്ചാൽ ആദ്യം 10,000 ആളുകൾ വരുന്ന സ്ഥാനത്ത് ഇപ്പം 100 ആൾക്കാരെ വരുന്നുള്ളൂ. അപ്പൊ ഗ്രോത്ത് ഉണ്ടോ? ഗ്രോത്ത് ഉണ്ട്, ബട്ട് റേറ്റ് ഓഫ് ഗ്രോത്ത് എന്തായി? കുറഞ്ഞു. മനസ്സിലായോ? അതാണ് ഡിക്ലൈൻ ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. ഡിക്ലൈൻഡ് ഗ്രോത്ത് ഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഗ്രോത്ത് ഉണ്ട്, ബട്ട് റേറ്റ് ഓഫ് ഗ്രോത്ത് കുറവാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, പണ്ട് 1000 ആളുകൾ ഒരു ദിവസം വന്നിരുന്നു, ഇപ്പം 10 ആൾക്കാരെ ഒരു ദിവസം വരുന്നുള്ളൂ. ഗ്രോത്ത് ആണ്, പക്ഷെ റേറ്റ് ഓഫ് ഗ്രോത്ത് കുറഞ്ഞു. ഇതാണ് 4 ഫേസസ് ഓഫ് ഏത് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് കർവ്, അതായത് എസ് കർവ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇതിൽ ഏറ്റവും അപാരമായ ഗ്രോത്ത് കാണിക്കുന്നത് യാതൊരു സംശയവുമില്ല ഏതാണ്? ലോഗ് ഫേസ് ആണ്. ഭയങ്കര ഗ്രോത്ത് ആണ്. അപ്പൊ യങ് അല്ലേ? അതായത് നമുക്ക് അറിയേണ്ട അടുത്ത അസംഷൻ എന്താണ്? സോ യങ് സിറ്റീസിന് വേണ്ടി ഓക്കെ, യങ് സിറ്റീസിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് ഇഫ് ഇറ്റ് ഇസ് എ യങ് സിറ്റി. യെസ്, ഏത് ഫേസ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്? ലോഗ് ഫേസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന മെത്തേഡ് ഓഫ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗിനെ നിങ്ങൾ ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ് എന്ന് പറയും. ഈസ് ആർ ഓക്കെ? എന്താ ഇക്വേഷൻ? Pn is equal to P0 into 1 plus അല്ലെ? എന്താ ഇക്വേഷൻ? 1 plus R divided by 100 into N എന്നാണ്. ബോക്സ് ചെയ്യാൻ ഫോർമുല. ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ് യങ് സിറ്റീസിന് വേണ്ടിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ചോദിക്കുന്ന വേറെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഏത് ഫേസ് ആണ് നമ്മൾ അസ്യൂം ചെയ്യാറുള്ളത്? ലോഗ് ഫേസ് ആണ്. ലോഗ് ആണ്, ലാഗ് അല്ല, ലോഗ്. ക്ലിയർ അല്ലേ? ഇതിലെ ഈ ടേം എന്താണ്? വാട്ട് യു മീൻ ബൈ ആർ? ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ആർ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ്. റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ് എന്ത്? ആർ എന്ന് പറയുന്നത്. എന്താണ് റേറ്റ് ഓഫ് ഗ്രോത്ത്? അത് പറഞ്ഞാലേ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കിയേ, ആദ്യം പോപ്പുലേഷൻ P1 ആയിരുന്നു, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ പോപ്പുലേഷൻ P2 ആയി, പിന്നെ കുറച്ചു കാലം പോപ്പുലേഷൻ P3 ആയി. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഗ്രോത്ത് എന്താണ്? R1 is equal to, നോക്കിയേ, P2 കൂടിയതല്ലേ? സോ P2 മൈനസ് P1 ഡിവൈഡ് ബൈ P1 ഇൻറ്റു 100 എന്ന് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സാധനമാണ് എന്ത്? റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്. P2 to P3 എങ്ങനെയായിരിക്കും റേറ്റ് ഓഫ് ഗ്രോത്ത്? ഇറ്റ് ഈസ് P3 മൈനസ് P2 ഡിവൈഡ് ബൈ P2 ഇൻറ്റു 100 ആണ്. ഓക്കെ അല്ലെ? നോക്കിയേ, പലപ്പോഴും പല റേറ്റ് അല്ലേ, ബട്ട് ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡില് യെസ് IS കോഡ് പറയുന്ന അസംഷൻ എന്താണ്? വി അസ്യൂം റേറ്റ് ഓഫ് ഗ്രോത്ത് ആസ് കോൺസ്റ്റന്റ് ആണ്. ആസ് കോൺസ്റ്റന്റ് എന്നാണ് അവിടെ അസംഷൻ നമ്മൾ ചെയ്യേണ്ടത്. അതിന് കാൽക്കുലേഷന് വേണ്ടി നമ്മൾ R കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ വേറെ ഉണ്ട്, അത് വേറെ കാര്യം. ഇപ്പൊ അറിഞ്ഞിരിക്കുക അസംഷൻ എന്താണ്? ഈവൻ ദോ ഫ്ലക്ച്വേറ്റിംഗ് ആണ് റേറ്റ് ഓഫ് ഗ്രോത്ത്, തീർച്ചയായിട്ടും ഓക്കെ, നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്? ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് എന്നാണ്. ഇവിടെ പറയപ്പെടുന്ന മറ്റൊരു ടേമും കൂടി ഉണ്ട്. നോക്കിയാൽ ഓപ്ഷനിലുള്ള ടെർമിനോളജി പറയാണ്. ഓക്കെ, സോ ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഗ്രോത്ത് റേറ്റ് ഉണ്ട്, പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോ എഴുതിയിരിക്കുന്നത് എന്താണ്? R എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഗ്രോത്ത്, അല്ലെങ്കിൽ എന്ത് പറയും? ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ഓർ പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് ആണ്. ഓക്കെ, പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് റേറ്റ് ആണ്. പിന്നെ ഏതാ ടേം ഉള്ളത്? ഒന്ന് നോക്കിയേ, പിന്നെ ടേം ഏതാണ്? യെസ്, പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് റേറ്റ് ആണ് എന്ത്? R എന്ന് പറയുന്നത്. എന്താണ് വെറും ഗ്രോത്ത് റേറ്റ്? അപ്പൊ ഓപ്ഷനിലെ എല്ലാ ടേമും അറിയണ്ടേ? അതിനു വേണ്ടിയാണ് പറയുന്നത്. സോ യങ് സിറ്റി ആണെങ്കിൽ ലോഗ് ഫേസ് ആണ്. മെത്തേഡ് ഏതാണ്? ജോമെട്രി ഇൻക്രീസ് മെത്തേഡ് ആണ്. ഇക്വേഷൻ നമ്മൾ എഴുതി. R നമ്മൾ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് റേറ്റ് ആണ്. ഇവിടെ വന്നിരിക്കുന്ന മറ്റൊരു ടേം ആണ് എന്ത്? ഇറ്റ് ഈസ് ടേംഡ് ആസ് പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് റേറ്റിനെ വേറെ ടേം DP by DT ആണ്.
dp/dt. ഇതിനെയാണ് അതിനെയാണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ടേം നോക്കിയ ടേം ഈസ് നത്തിങ് ബട്ട് ഗ്രോത്ത് റേറ്റ്, ദ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇതിനെയാണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്ന സാധനമാണെന്ത്, പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് റേറ്റ്. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡില് ഈ പറയുന്ന സാധനം കോൺസ്റ്റന്റ് എന്നാണ് അസംഷൻ. ബട്ട് ഗ്രോത്ത് റേറ്റ് എന്താണ്? dp/dt ഈസ് പ്രൊപ്പോർഷണൽ ടു pt ആണ്. വാട്ട് യു മീൻ ബൈ pt? pt is the population at the time t, at the instant time ആണ്. instant time t ആണ്. instant time t. ഇപ്പമുള്ള പോപ്പുലേഷനെ, ഇപ്പം എത്രയാണോ പോപ്പുലേഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യും ഇപ്പോഴത്തെ എന്താണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. dp/dt എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും, pt നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ചോദ്യം എന്താണ്? ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡില് റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ്, പെർസെന്റേജ് റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ് കോൺസ്റ്റന്റ്. അതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ അഡീഷണൽ ഈ പോയിന്റ് കൂടി പറയാണ്, dp/dt is proportional to pt ആണ്. വാട്ട് യു മീൻ ബൈ pt? പോപ്പുലേഷൻ അറ്റ് ദ ആ ഒരു പർട്ടിക്കുലർ ടൈമിലെ പോപ്പുലേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നോക്കിയാൽ മനസ്സിലാൻ വേണ്ടി ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിയാലോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിയാലോ? പഴയ കാര്യം എന്താണ്? നിങ്ങൾ 100 രൂപ കടം മേടിച്ചു, 20% പലിശയിൽ. ആദ്യത്തെ മന്ത്, അതായത് ഫസ്റ്റ് മന്ത് നിങ്ങൾ എത്ര അടയ്ക്കണം? 100ന്റെ 20% അടയ്ക്കണ്ടേ? 100ന്റെ 20%, അതായത് നിങ്ങൾ എത്ര രൂപ അടയ്ക്കണം? 120 രൂപയായിരിക്കും നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരിക, അല്ലെ? 120 രൂപയായിരിക്കും നിങ്ങൾക്ക് അടവുണ്ടാവുക. രണ്ടാമത്തെ മാസം എന്തായിരിക്കും? സെക്കൻഡ് മന്ത് എന്താ പരിപാടി? എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? എത്രയാണ് അമൗണ്ട് എന്നുള്ളത്? യെസ്, സോറി, എത്രയാണ്? വെയിറ്റ് 100ന്റെ 20% എന്ന് പറയുമ്പോൾ 20 അല്ലേ? 100ന്റെ 20% എന്ന് പറയുമ്പോൾ 20 രൂപ അടക്കണം, അല്ലെ? അങ്ങനെയല്ലേ? നോക്കിയേ, രണ്ടാമത്തെ മാസം എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? ആദ്യം 100 ആയിരുന്നു ബേസിക് എമൗണ്ട്. യെസ്, രണ്ടാമത്തെ മാസം എമൗണ്ട് എത്രയായി? 120 മാറും. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതിന്റെ എന്ത് അടക്കേണ്ടി വരും? 20% നിങ്ങൾ കൂടുതൽ അടക്കേണ്ടി വരിക. അതായത് 120ന്റെ 20 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 24 റുപ്പീസ് നിങ്ങൾ അടക്കേണ്ടി വരും. മൂന്നാമത്തെ മാസം നിങ്ങൾ എത്രയാണ് എമൗണ്ട് എന്ന് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? യെസ്, അതായത് ഇപ്പമുള്ള ഇൻട്രസ്റ്റും കൂടി കൂട്ടിയതിനു ശേഷം 120നോട് ഇപ്പമുള്ള ഇൻട്രസ്റ്റും കൂടി കൂട്ടി പുതിയ റൈറ്റ് നൗ ഈ ഒരു ഇൻസ്റ്റന്റിലെ എത്രയാണ് പൈസ? എത്രയാണ്? 144 രൂപയാണ്. 120 പ്ലസ് എത്രയാണ്? 24 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ 20% വിച്ച് ഇസ് ഈക്വൽ ടു 28.8 റുപ്പീസ് ആണ് നിങ്ങൾ അടക്കേണ്ടത്. നോക്കി, ഇത് പറയാൻ കാരണം എന്താ അറിയോ? ഈ റേറ്റ് കൂടുന്ന കണ്ടോ? ആദ്യം 100 രൂപ, ഇപ്പൊ 120 ഇപ്പൊ 144 സോ ആ സാധനം കണ്ടോ? അതിനെയാണ് നമ്മൾ എന്ത് പറയാം? പ്രസന്റ് അല്ലെങ്കിൽ RT എന്ന് പറയാം. RT മീൻസ് ഇപ്പമുള്ള പൈസ, ഈ ഒരു ഇൻസ്റ്റന്റിലുള്ള പൈസ. അതുപോലെയാണ് ജോമെട്രി ഇൻക്രീസ് മെത്തേഡിലെ dp/dt. ക്ലിയർ ആണോ പോയിന്റ്? അതായത് dp/dt എന്നാണ് പ്രൊപ്പോർഷണൽ ടു pt ആണ്. ബട്ട് R എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇതേപോലെ മറ്റൊരു പോസിബിലിറ്റി എന്താണ്? there is a constant growth phase. കണ്ടോ? there is a constant growth phase ആണ്. അതായത് ഇവിടെ അവസ്ഥ വലിയ ഗ്രോത്ത് ഒന്നുമില്ല, ചെറിയ ഗ്രോത്ത് ആണ്. അതായത് ഏത് സിറ്റീസിന് വേണ്ടിയാണ്? ഏതാണ് കോൺസ്റ്റന്റ് ഗ്രോത്ത് ഫേസിൽ? ഏത് സിറ്റീസാ വരിക? യെസ്, ഓൾഡ് സിറ്റീസ് ആണ് വരിക. അല്ലെങ്കിൽ ഓൾറെഡി ഡെവലപ്ഡ് സിറ്റീസ് ആണ് വരിക. ക്ലിയർ അല്ലേ? ഓൾറെഡി ഡെവലപ്ഡ് സിറ്റീസ് ആണ് വരിക. യെസ്, ആൻഡ് അപ്പം നമ്മൾ കൊണ്ടു നടക്കുന്ന മെത്തേഡിന്റെ പേര് പറയാവോ? ഇറ്റ് ഈസ് ടേംഡ് ആസ് അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡ് ആണ്. ഇൻക്രീസ് മെത്തേഡ് ഫോർമുല പറഞ്ഞേ Pn is equal to P0 into P0 plus എന്താണ്? NX bar ആണ് അല്ലെ? P0 plus എന്താണ്? NX bar. P0 plus എന്താണ്? NX bar. ഈ രണ്ട് പോയിന്റ് കൂടി അറിഞ്ഞിരിക്കണം നിങ്ങൾ. ഓക്കെ, ഈ രണ്ട് പോയിന്റ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് ഡിക്ലൈൻ ഗ്രോത്ത് ഫേസ് മെത്തേഡ് അല്ലെങ്കിൽ ഡിക്ലൈൻ ഗ്രോത്ത് ഫേസ് ഏത് സിറ്റീസിന് വേണ്ടിയായിരിക്കും പ്രിഫർ ചെയ്യുക? ഡിക്ലൈൻ ഗ്രോത്ത് ഫേസ് ഏത് സിറ്റീസിന് വേണ്ടിയായിരിക്കും? ഇതും ഏത് തന്നെയാണ്? ഓൾഡ് സിറ്റീസ് ആണ്. ഓൾഡ് സിറ്റീസ് ആണ്. ക്ലിയർ അല്ലേ? സോ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ആ ക്വസ്റ്റ്യനിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള അടുത്ത ക്വസ്റ്റ്യൻസുകളാണ് പറഞ്ഞത്.
ഇവിടെ ചോദ്യം എന്തായിരുന്നു? ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ് ഓഫ് പോപ്പുലേഷൻ. Yes, geometric increase method of population is based on the assumption that it is based on the assumption that yes, it is based on the assumption that എന്താണ്? പറയൂ. Yes, it is based on the assumption that ഏതാണ് ഓപ്ഷൻ വരിക പറഞ്ഞേ? Yes, ഏതാണ് ആൻസർ വരിക? 71 ഏതാ വരിക? പെർസെന്റേജ് അല്ലെ? പെർസെന്റേജ് അല്ലേ വരിക? പെർസെന്റേജ് ഗ്രോത്ത് റേറ്റ് R is constant. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. R is constant ആണ്. R is constant ആണ്. നോക്കിയ അഡീഷണൽ പോയിന്റുകൾ എന്തൊക്കെയാ പറഞ്ഞത്? പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ലോജിസ്റ്റിക് ആൻഡ് എസ് കർവ് ആണ് അറിഞ്ഞിരിക്കുക. ഈ കാണിച്ചിരിക്കുന്നതാണ് എസ് കർവ്. അതിന്റെ ഫേസസ് ഏതൊക്കെയാണ്? യെസ്, ദർ ഇസ് എ ലാഗ് ഫേസ്, ലോഗ് ഫേസ്, യെസ്, ആൻഡ് ദർ ഇസ് എ ഡിക്ലൈൻ ഫേസ്. പിന്നെ ഏതാണുള്ളത്? അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കാണപ്പെടുന്ന അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടുന്ന ഫേസ് ഏതാണ്? യെസ്, ലോഗ് ഫേസ് ആണ്. ഇറ്റ് ഈസ് പ്രിഫേർഡ് ഫോർ യങ് സിറ്റീസ്. ഏതാണ് മെത്തേഡ്? ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ്. അതിന് ഇക്വേഷൻ പറയുമ്പോഴേ നമുക്ക് ആറും എന്തും പറയാൻ പറ്റുള്ളൂ. യെസ്, ഡി പി ബൈ ഡി ടിയും പറയാൻ പറ്റുള്ളൂ. ഡി പി ബൈ ഡി ടി ഈസ് പ്രൊപ്പോർഷണൽ ടു പി ടി ആണ്. യെസ്, ആൻഡ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് കോൺസ്റ്റന്റ് ആണ്. അത് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറയണം? യെസ്, എന്ത് പറയണം? കോൺസ്റ്റന്റ് ഗ്രോത്ത് ഫേസ് ഓൾഡ് സിറ്റീസിനും ഓൾറെഡി ഡെവലപ്ഡ് സിറ്റീസിനും ആണെന്നും അവിടെയുള്ള മെത്തേഡ് ഏതാണ്? അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡ് ആണ്. വെറുതെ ഒന്ന് ഇക്വേഷൻ പറഞ്ഞതേ ഉള്ളൂ. യെസ്, അതുപോലെ തന്നെ ഡിക്ലൈൻ ഗ്രോത്ത് ഫേസും ഏത് തന്നെയാണ്? ഓൾഡ് സിറ്റീസിന് വേണ്ടിയാണ്. ക്ലിയർ അല്ലേ? ഇങ്ങനെ നമുക്കൊരു ടോപ്പിക്കിലെ എല്ലാ പോയിന്റും കിട്ടണം. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് നോക്കിയാൽ മതി. LSDയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നിങ്ങൾക്ക് വേണ്ടി ഹാർഡി ക്രോസ് മെത്തേഡിലെ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഹാർഡി ക്രോസ് മെത്തേഡ് ഈ അടുത്താണ് സിലബസിൽ വന്നു തുടങ്ങിയത്, 2020 ശേഷം. അവിടുന്ന് യെസ്, ഏറ്റവും ആദ്യം ക്വസ്റ്റ്യൻ വന്നതും ഇവിടെ LSDയിലാണ്. പുതിയ സിലബസിലെ പുതിയ അംഗമാണ്. ഓക്കെ, എന്നാ ചോദ്യം? ഹാർഡി ക്രോസ് മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് അസ്യൂമിംഗ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലോ ഇൻ ദ നെറ്റ്വർക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ എന്താണ് ഹാർഡി ക്രോസ് മെത്തേഡ് ഇടണ്ടേ? എന്തിനാണ് ഈ ടീമിനെ യൂസ് ചെയ്യുന്നത്? ഞാൻ HC മെത്തേഡ് എന്ന് എഴുതാം. ഹാർഡി ക്രോസ് മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യെസ്, എല്ലാവരും എഴുതാ പോയിന്റ്. ഇറ്റ് ഈസ് യൂസ് ടു കാൽക്കുലേറ്റ് ദ ഡിസ്ചാർജ് Q. ഡിസ്ചാർജ് ത്രൂ പൈപ്പ് ആണ്. ത്രൂ പൈപ്പ് ഇൻ എ പൈപ്പ് നെറ്റ്വർക്ക്. ഒരു പൈപ്പ് നെറ്റ്വർക്കിലൂടെയുള്ള ഡിസ്ചാർജിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ പറയുന്ന എന്ത്? ഹാർഡി ക്രോസ് മെത്തേഡ്. എന്താണ് പൈപ്പ് നെറ്റ്വർക്ക് എന്ന് അറിയാലോ? അറിയോ? എന്താണ്? ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more pipes. കോമ്പിനേഷൻ ഓഫ് 2 or more pipes ആണ്. യെസ്, ആൻഡ് അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമുക്ക് അവിടെ നോഡ്സ് ഓർ ജംഗ്ഷൻ കാണാൻ പറ്റും. വി ക്യാൻ ഒബ്സർവ് നോഡ്സ് ഓർ ജംഗ്ഷൻ ആണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു പൈപ്പ് നെറ്റ്വർക്ക് വരയ്ക്കാം. നോക്കിയതാ ഒരു പൈപ്പ് നെറ്റ്വർക്ക് ആണ്. ഒരുപാട് പൈപ്പുകൾ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് ആണ്. ഓക്കെ, യെസ്, ഇവിടേക്കും പൈപ്പ് ഉണ്ട്. വെയിറ്റ്, ഇവിടെയും പൈപ്പ് വന്ന് കണക്ട് ചെയ്യാണ്. ഇവിടേക്കും പൈപ്പാണ്, ഇതും പൈപ്പാണ്, ഇതും പൈപ്പാണ്, ഇതും പൈപ്പാണ്. ഓക്കെ, യെസ്. സോ നോക്കിയേ, ഒരുപാട് പൈപ്പുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് പൈപ്പ് നമ്പർ 1, പൈപ്പ് നമ്പർ 2, 3 ആൻഡ് 4 ആണ്. ആൻഡ് ഈ കാണുന്ന ജംഗ്ഷൻ ഉണ്ടല്ലോ, ഇത് ഇവിടെ ജംഗ്ഷൻ ഉണ്ട്. അതിനെയാണ് നിങ്ങൾ നോഡ്സ് എന്ന് പറയുന്നത്. നമുക്കിത് ആവശ്യമുണ്ട്, അതുകൊണ്ടാ പറയുന്നത്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് അസംഷൻ എന്താ അറിയോ? ഏറ്റവും ആദ്യത്തെ അസംഷൻ, 2 അസംഷൻ ആണുള്ളത് ഇവിടെ. ഈ അസംഷൻ ആണ് ചോദിക്കാറുള്ളത്. 2 അസംഷൻ ആണ് ഹാർഡി ക്രോസ് മെത്തേഡ് ഉള്ളത്. ഒന്നാമത്തെ അസംഷൻ യെസ്, the flow direction is always assumed to be എന്താണ്? clockwise in direction ആണ്. The flow direction is always assumed to be clockwise ആണ്. അതായത് ഇതില് പൈപ്പുകളിലൂടെ ഫ്ലോ എങ്ങനെ നടക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ അസ്യൂം ചെയ്യേണ്ടത്? ഒന്നും അസ്യൂം ചെയ്യേണ്ടതാ. ഇവിടുന്ന് ഇങ്ങനെ പോകും. അതായത് ആദ്യം 1ലൂടെ പോയിട്ട് 2ലൂടെ പോയിട്ട് 3ലൂടെ പോയിട്ട് 4ലൂടെ പോകും. അങ്ങനെയാണ് പറയേണ്ടത്. ക്ലിയർ അല്ലേ? ദ ഫ്ലോ ഡയറക്ഷൻ ഈസ് അസ്യൂം ടു ബി എന്താണ്? ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആണ് ആദ്യത്തെ അസംഷൻ. രണ്ടാമത്തെ അസംഷൻ എന്താണെന്നറിയോ? രണ്ടാമത്തെ അസംഷൻ എന്താകുന്നു? യെസ്, ദ നെറ്റ്വർക്ക് ഈസ് ക്ലോസ്ഡ് ആണ്. ആൻഡ് അടുത്ത പോയിന്റ് എന്താ അറിയോ? യെസ്, ദ ഫ്ലോ ഇൻ ടു എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദ ഫ്ലോ ഔട്ട് ഓഫ് ജംഗ്ഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലോ ഇൻ ടു എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ഫ്ലോ ഔട്ട് ഓഫ് ജംഗ്ഷൻ ആണ്. ഫ്ലോ ഔട്ട് ഓഫ് ദ ജംഗ്ഷൻ.
ഫ്ലോ ഔട്ട് ഓഫ് ദ ജംഗ്ഷൻ. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോഡാണ്. ഓക്കെ, ജംഗ്ഷൻ മീൻസ് നോഡാണ്. നോഡാണ്. നോക്കിയേ, ഇതേ സാധനത്തിനെ നമുക്ക് എന്തും പറയാം. ഇറ്റ് ഈസ് ടേംഡ് ആസ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. അതായത് ഒരു ജംഗ്ഷനിലേക്ക്, ഇതാണ് ജംഗ്ഷൻ, ആ ജംഗ്ഷനിലേക്ക് എത്ര ഫ്ലോ വന്നോ യെസ് അത്ര തന്നെ എന്താണ് ആ ജംഗ്ഷന് പുറത്തേക്കും പോവുക. എത്രയാണോ ആ ജംഗ്ഷനിലേക്ക് ഫ്ലോ വന്നത്, ദ ഇൻഫ്ലോ ഈസ് ഔട്ട് ഈക്വൽ ടു എന്താണ്? ഔട്ട്ഫ്ലോ ആയിരിക്കും. ദ ഇൻഫ്ലോ ഈസ് ഈക്വൽ എന്തായിരിക്കും? ഔട്ട്ഫ്ലോ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയാം. ഈ രണ്ട് അസംഷൻസ് ആണ് ഏറ്റവും ബേസിക് ആയിട്ട് ഹാർഡി ക്രോസ് മെത്തേഡിൽ ചോദിക്കാറുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഒന്ന് വായിച്ചേ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 72 നിങ്ങൾക്ക് വേണ്ടി. ഇനി വായിച്ചേ. യെസ്, Hardy cross method consists of assuming a distribution of flow in the network in such a way that option A, principle of continuity is satisfied at each joint. Principle of continuity is satisfied at each junction. Yes, there can be discontinuity in pressure. There can be discontinuity in velocity. ക്ലിയർ അല്ലേ? ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൈപ്പും മറ്റൊരു പൈപ്പും നമ്മൾ ജോയിന്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ജംഗ്ഷൻ ആണ് ഉദ്ദേശിച്ചത്. വാട്ട് ഈസ് അതർ നെയിം ഓഫ് ജംഗ്ഷൻ? ഹലോ, വാട്ട് ഈസ് അതർ നെയിം ഓഫ് ജംഗ്ഷൻ? ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് നോഡ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് നോഡ് ആണ്. സോ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരിക. ജോയിന്റ് അല്ല, ജംഗ്ഷൻ ആണ്. ഓക്കെ, ഒന്നുമില്ല, സംഭവം തിയററ്റിക്കൽ പോർഷൻ ആണ്. ന്യൂമറിക്കൽ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണ് പോയിന്റ് ഓക്കെ അല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നമുക്ക്. അടുത്ത 10 ക്വസ്റ്റ്യൻ ഉണ്ടാവുക നമുക്ക് വേണ്ടി. എയില് യെസ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ 10 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നിങ്ങൾക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി. പെട്ടെന്ന് ആൻസർ ചെയ്യൂ. യെസ്, പറയൂ. നിങ്ങൾക്ക് വേണ്ടി അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്ലോ സാൻഡ് ഫിൽട്ടർ ഹാവ് ദ എഫക്റ്റീവ് സൈസ് ഓഫ് ഫിൽട്ടർ സാൻഡ് റേഞ്ച് ഇൻ ബിറ്റ്വീൻ. യെസ്, സ്ലോ സാൻഡ് ഫിൽട്ടർ SSF അല്ലെ? there is a slow sand filter. അതേപോലെ എന്തുണ്ട് അവിടെ? റാപ്പിഡ് സാൻഡ് ഫിൽറ്ററും കൂടി ഉണ്ട്. there is a slow sand filter, there is a rapid sand filter. കമ്പയർ ചെയ്യാം. നിങ്ങൾ പറഞ്ഞേ എഫക്റ്റീവ് സൈസ് എത്രയാണ്? സിമ്പിൾ ആണ്. D10 അല്ലേ എഫക്റ്റീവ് സൈസ്? 0.2 mm to 0.35 mm ആണ്. 0.2 mm to 0.35 mm. നോക്കിയേ, ഇവിടെ തന്നെ RSF ഓർക്കാൻ എളുപ്പമുണ്ട്. കാരണം 0.35ന്റെ കണ്ടിന്യൂവേഷൻ ആണ് അപ്പുറത്ത് വരുന്നത്. നോക്കിയേ, ഇതിൽ വിൽ ബി 0.35 mm to 0.55 mm ആയിരിക്കും. 0.55 mm കണ്ടിന്യൂവേഷൻ ആണ്. ഞാനൊരു ഉടായ്പ പറയാം, മഹാചാലിയാണ് പറയാൻ പോകുന്നത്, എന്നാലും ഓർക്കാൻ എഫക്റ്റീവ് ആണ്. നോക്കിയേ, SSF അല്ലേ? അതായത് രണ്ട് തവണ എന്തുണ്ട്? S എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട്. നമുക്കറിയാം ഇംഗ്ലീഷിൽ എന്തറിയാം? യെസ്, വി നോ. രണ്ടാമത്തെ നമ്പർ അല്ലെ? ദ നമ്പർ 2 2 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? സെക്കൻഡ് എന്നല്ല പറയാ. രണ്ടാമത്തെ നമ്പർ. സോ അതിലും S ഉണ്ട്. സോ SSFൽ 2 പ്രാവശ്യം S ഉണ്ട്. അതായത് നമ്മൾ തുടങ്ങേണ്ടത് എവിടുന്നാണ്? നമ്മൾ തുടങ്ങേണ്ടത് 2 എന്ന് പറയുന്ന വാല്യൂനാണ്. അതിനെ 0.2 എന്ന് ആലോചിക്കാം. ലേശം വളഞ്ഞ വഴിയാണ്, ബട്ട് ആലോചിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഈസ് ആർ ഓക്കെ? സോ 0.2 to 0.35 mm ആണ് ആദ്യത്തെ വാല്യൂ. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് പിന്നെ അങ്ങോട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇതിന്റെ കൂടെ തന്നെ വേറൊരു പോയിന്റും കൂടി ഓർമ്മിപ്പിക്കട്ടെ. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ പറയൂ. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഓഫ് SSF സ്ലോ സാൻഡ് ഫിൽറ്ററിന്റെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ പറയൂ. എത്രയാവുന്നു? 200 to 200 ആണ് അല്ലെ? യൂണിറ്റ് പറയണം. 100 to 200 ലിറ്റർ പെർ മീറ്റർ സ്ക്വയർ പെർ അവർ ആണ്. ലിറ്റർ പെർ മീറ്റർ സ്ക്വയർ പെർ അവറിൽ 100 to 200 ആണെങ്കിൽ ഇവിടെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എത്രയാണ്? അതിന്റെ 30 ടൈംസ്. അതും ചോദ്യമാണ്. സോ എത്ര വരിക? 100ന്റെ 30 ടൈംസ് പറയുമ്പോൾ 3000 ടു എത്രയാണ്? 200ന്റെ 30 ടൈംസ് പറയുമ്പോൾ 6000. യെസ്, ലിറ്റർ പെർ മീറ്റർ സ്ക്വയർ പെർ അവർ ആണ്. ശ്രദ്ധിക്കണം. അതായത് എത്ര ടൈംസ് കൂടുതലാണ്? ഇറ്റ് ഈസ് മോർ ബൈ ഹൗ മച്ച് ടൈംസ്? 30 ടൈംസ് എന്നുള്ളതും ചോദ്യമാണ് നാട്ടുകാരെ. ക്ലിയർ അല്ലേ? സോ ഇതിന്റെ ആൻസർ എന്താ വരിക? 73 ഓപ്ഷൻ സി അല്ലേ വരിക? നോക്കിയേ, ഏതാണ് ക്ലോസസ്റ്റ് ഓപ്ഷൻ ഉള്ളത്? ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? എന്താ ഇങ്ക് പറയാത്ത? യെസ്, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടി ഓപ്ഷൻ സി. ഈ അല്ല, ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? സിമ്പിൾ. അഡീഷണലി കുറച്ച് പോയിന്റ് കൂടി പറഞ്ഞുള്ളൂ. പറയാൻ ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. യെസ്, ഇത്രയും പോയിന്റുകൾ മിനിമം അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി. യെസ്, 71, 72, 73, 74ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് യു മീൻ ബൈ ഇക്വലൈസേഷൻ ടാങ്ക്?
or why an equalization tanks are provided എന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കിയേ. To balance the head loss, for removing bigger suspended matters, to balance fluctuating of flows or concentration, none of the above. ഇക്വലൈസേഷൻ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് അത് ട്രീറ്റ്മെന്റ് ഓഫ് സീവേജിലാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന്. രണ്ട്, എന്താണ് ഉദ്ദേശം? നമുക്ക് നോക്കിയേ, ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇതാണ്, അവിടേക്ക് ഫുള്ള് വലിയ ഹ്യൂജ് ഫ്ലോ ഓഫ് വേസ്റ്റ് വാട്ടർ വരികയാണ്. നോക്കിയാൽ അതിന് ഒരുപാട് വെലോസിറ്റിയിലായിരിക്കും വരിക, അത് ഹൈ ഫ്ലക്ച്വേഷൻ കാണിക്കും. എന്താ ടേം എന്താണ്? അപാരമായ ഫ്ലക്ച്വേഷൻ, അതായത് ഷോക്ക് ലോഡിംഗ്. ഫ്ലക്ച്വേഷൻ, യെസ്, ഫ്ലക്ച്വേഷൻ മീൻസ് കുത്തി മറഞ്ഞൊഴുകുന്ന ഒരു ഒഴുക്കായിരിക്കും. അത് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സെഡിമെന്റേഷൻ ഒക്കെ ചെയ്യണ്ടേ, അതിന് വെള്ളം അടങ്ങിയിരിക്കണം, അതായത് വെള്ളം മര്യാദയ്ക്ക് നീങ്ങണം, അല്ലെങ്കിൽ എന്താണ് ലാമിനാർ ഫ്ലോ ആയിരിക്കണം. ടർബുലന്റോ ട്രാൻസിഷൻ ഫ്ലോ ഉണ്ടാകാൻ പാടില്ല, അല്ലെ? ട്രാൻസിഷൻ ഫ്ലോ ഉണ്ടാകാൻ പാടില്ല, ടർബുലന്റ് ഫ്ലോ ഉണ്ടാകാൻ പാടില്ല. സോ കുത്തി ഒലിച്ചു വരുന്ന വേസ്റ്റ് വാട്ടറിനെ ഒന്ന് ഒതുക്കി നിർത്താൻ, ഒന്ന് അടക്കി നിർത്താൻ, അതിനെ എന്ത് ചെയ്യാണ്, സെറ്റിൽ ചെയ്യാൻ, ഒന്ന് പതുക്കെയാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇക്വലൈസേഷൻ ടാങ്കിലേക്കാണ് പറഞ്ഞു വയ്ക്കുക. ഇക്വലൈസേഷൻ ടാങ്ക് കഴിഞ്ഞതിന് ശേഷമേ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് കടക്കുള്ളൂ. അതായത് ഈ ഡയലോഗ് ഒന്ന് വായിച്ചേ. The equalization tanks is the first collection tank in a STP, sewage treatment plant. Treatment plantile ഏറ്റവും ആദ്യത്തെ ടാങ്ക് ആണ്. എന്താ ഉദ്ദേശം? Its main function is to collect the incoming raw sewage that comes at widely fluctuating rate. അപാരമായ ഫ്ലക്ച്വേഷനിൽ, അതായത് കുത്തി മറഞ്ഞു വരുന്ന, അല്ലെ അങ്ങനെ പറയാം, യെസ്, ആ ഒരു വാട്ടറിനെ ഒന്ന് എന്ത് ചെയ്യാണ്, ശാന്തമാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ടാങ്ക് ആണ് ഏത്? ഇക്വലൈസേഷൻ ടാങ്ക്. ആൻഡ് പാസ് ഇറ്റ് ഓൺ യെസ് ടു ദ റെസ്റ്റ് ഓഫ് ദ STP അറ്റ് എ സ്റ്റഡി ഫ്ലോ റേറ്റ്. മാന്യമായ രീതിയിൽ വളരെ ശാന്തമായിട്ട് അടുത്ത ട്രീറ്റ്മെന്റ് യൂണിറ്റിലേക്ക് പറഞ്ഞയക്കാൻ കൂടി വേണ്ടിയാണ് ഇക്വലൈസേഷൻ ടാങ്ക് കൊടുക്കുന്നത്. സിംപ്ലി പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു അവോയ്ഡ് ഷോക്ക് ലോഡിംഗ്. ആ ടേം കൂടി ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് വരാറുണ്ട്, ശ്രദ്ധിക്കാം. വാട്ട് യു മീൻ ബൈ ഷോക്ക് ലോഡിംഗ്? ഒന്നുമില്ല, അപാരമായ ഒരു ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് ട്രീറ്റ്മെന്റ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എഫിഷ്യന്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യപ്പെടില്ല, അത് ബാക്ടീരിയന്റെ ഗ്രോത്തിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും. നമുക്ക് സീവേജിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ബാക്ടീരിയ ഒക്കെ നിർബന്ധമായിട്ടും വേണം. ഓക്കെ. സോ അവർക്ക് ഈ പറയുന്ന ഷോക്ക് ലോഡിംഗ്, പെട്ടെന്ന് വരുന്ന ലോഡിംഗ് ഒന്നും താങ്ങാൻ പറ്റുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ടേ നമ്മുടെ വാട്ടറിന്റെ ഒക്കെ ഡിസ്ചാർജ്, വേസ്റ്റ് വാട്ടറിന്റെ ഒക്കെ ഡിസ്ചാർജ് നടക്കാൻ പാടുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി ഒന്ന് വായിച്ചേ, ഓപ്ഷൻ വായിക്കൂ. To balance the head loss അല്ല. For removing the bigger suspended particle അല്ല. Option C, to balance the fluctuating flow or concentration. അതാണ് എന്ത് ആൻസർ വരേണ്ടത് നിങ്ങൾക്ക് വേണ്ടി. ഓപ്ഷൻ സി ആണ് ആൻസർ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 74. സോ 71, 72, 73, 74. ഈ സെഷനിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ പറയൂ. യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Which of the following is not എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, which of the following is not a method of disinfection. നമുക്കറിയാം മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ഏതൊക്കെയാണുള്ളത്, അല്ലെ? എന്താണ് ഡിസിൻഫെക്ഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിംഗ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ പാത്തോജൻസ്. അറിയാലോ? യെസ്. ഏതൊക്കെയാണ് മെത്തേഡ്സ്? ഫസ്റ്റ് വൺ ഈസ് UV മെത്തേഡ് ആണ്, അതായത് UV റേഡിയേഷൻ മെത്തേഡ് ആണ്. പിന്നെ ഏതാ മെത്തേഡ് ഉള്ളത്? പറയൂ. ബോയിലിംഗ് മെത്തേഡ് ഏതാണ്? യെസ്, നമ്മുടെ ഒരു മെത്തേഡാണ്. ഇവ രണ്ടും യെസ് എങ്ങനെയും കൂടി ചോദിക്കാറുണ്ട്, ഫിസിക്കൽ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ആണ്. ഇവ രണ്ടും ഫിസിക്കൽ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ആണ്. ഇനി അങ്ങോട്ടുള്ള ടീമൊക്കെ ഏതാണ്? യെസ്, ട്രീറ്റ്മെന്റ് വിത്ത് ഏതാണ്? ട്രീറ്റ്മെന്റ് വിത്ത് ലൈം പറയാറുണ്ട്. നാലാമത്തത് ട്രീറ്റ്മെന്റ് വിത്ത് യെസ് വേറെ ഏത് പറയാം? KMNO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ് പറയാറുണ്ട്. അവിടുത്തെ വേറെ ചോദ്യം എന്താണ്? യെസ്, കിണറിലുള്ള വെള്ളം ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഏതാ യൂസ് ചെയ്യേണ്ടത്? KMNO4. എന്താണ് കിണറിലുള്ള വെള്ളത്തിന്റെ പ്രത്യേകത? ലെസ് കണ്ടാമിനേറ്റഡ് ആണ്, ലെസ് പൊല്യൂട്ടഡ് ആണ്. അങ്ങനെ മാന്യമായ പൊല്യൂഷൻ ഉള്ള, അതായത് കുറഞ്ഞ പൊല്യൂഷൻ ഉള്ള വെള്ളങ്ങൾ, അതായത് കിണറിന്റെ വെള്ളത്തിനൊന്നും വലിയ തകരാറുണ്ടാവില്ല, അങ്ങനെയുള്ള ലെസ് എന്താണ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി KMNO4 യൂസ് ചെയ്യാം എന്ന് ഒരു ചോദ്യമുണ്ട്. ഓക്കെ അല്ലെ? യെസ്. അടുത്ത് നോക്കിയേ, ട്രീറ്റ്മെന്റ് വിത്ത് ഏതാണ്? സിൽവർ ആണ്. ഹലോ, ട്രീറ്റ്മെന്റ് വിത്ത് സിൽവർ, അതിനെ പറയുന്ന പേരെന്താണ്? ഇലക്ട്രോ കാറ്റഡിൻ എന്ന് പറയാറുണ്ട്. കാറ്റഡിൻ. യെസ്, എന്താണ്? ഇലക്ട്രോ കാറ്റഡൈൻ പ്രോസസ് എന്ന് പറയാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതാണ് ചോദ്യം. ആറാമത്തത് ദ വെരി ഫേമസ് ട്രീറ്റ്മെന്റ് വിത്ത് ക്ലോറിൻ. യെസ്. പിന്നെ ഏതുണ്ട്?
ട്രീറ്റ്മെന്റ് വിത്ത് ഓസോണും കൂടി ഉണ്ട് അല്ലെ. ഏഴാമത്തത് നമുക്ക് ഇത് പറയാം, ട്രീറ്റ്മെന്റ് വിത്ത് ഓസോൺ. ട്രീറ്റ്മെന്റ് വിത്ത് ഓസോൺ ഈ ഒരു അവസരത്തിൽ പറയാൻ കാരണം എന്താ അറിയോ? സ്വിമ്മിംഗ് പൂളിൽ ഏത് എന്ന് ചോദിച്ചാൽ സ്വിമ്മിംഗ് പൂളിൽ ആര് അല്ലെങ്കിൽ ഏത് എന്ന് ചോദിച്ചാൽ ട്രീറ്റ്മെന്റ് വിത്ത് ഓസോൺ. നോക്കിയ ഒരു ക്വസ്റ്റിന്റെ ചുറ്റുമുള്ള ബാക്കി ക്വസ്റ്റ്യൻ കിട്ടണം, അതാണ് കാര്യം. ക്ലിയർ അല്ലേ? സോ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് എന്ന് കഴിഞ്ഞാൽ യെസ് ബോയിലിംഗ് ആണ്, ഓസോൺ ട്രീറ്റ്മെന്റ് ആണ്, ക്ലോറിനേഷൻ ആണ്, ഫ്ലോക്കുലേഷൻ അല്ല. ഫ്ലോക്കുലേഷൻ വേറെ എന്തോ സാധനമാണ്. ക്ലിയർ അല്ലേ? ഈ സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലെ 5 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് LSTD Aയിൽ വന്നിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. യെസ്, ഇനിയും ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. യെസ്, ചെറിയ ഭാഗങ്ങളിൽ വലിയ കാര്യങ്ങൾ പറയാം. ഒരു ക്വസ്റ്റ്യന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയണം. നോക്കിയേ, സൈലം ടെക്നിക്കലിന്റെ ഭാഗത്തു നിന്നും എയുടെ ഡയറക്ട് ബാച്ച് അല്ലെങ്കിൽ ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ജനുവരി 25-ന്. യെസ്, എല്ലാവരും ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. കാലിക്കറ്റ് മാവൂർ റോഡിൽ നമ്മൾ സൈലം ക്യാമ്പസിൽ ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഓൺലൈനും നമ്മൾ ഈ ബാച്ചസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ജനുവരി 15-ന്. യെസ്, ഇനിയും അതിൽ അഡ്മിഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ മിസ്സാക്കണ്ട. യെസ്, നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ന് ജോയിൻ ചെയ്താൽ ബാക്കിയുള്ള ക്ലാസ് നിങ്ങൾ മിസ്സാവില്ല. സോ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യനുമായിട്ട് മറ്റൊരു സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.